എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ഒരു 3 ദിവസത്തിന് മുൻപ് ശ്രീ പിണറായി വിജയൻ അവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് അദ്ദേഹം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും ആ വീഡിയോയിൽ ഞാൻ പ്രധാനമായി സൂചിപ്പിച്ചത് ഇപ്പോൾ ഉള്ള അക്രമവും ഈ മയക്കുമരുന്നും ഇതിനെയൊക്കെ കുറിച്ചായിരുന്നു പ്രധാനമായി ശ്രദ്ധിച്ചത്. അതിനുള്ളൊരു പ്രതിവിധി ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അനായാസം സാധിക്കാം എന്നൊക്കെ ഉള്ളായിരുന്നു ഞാൻ പ്രതിപാദിച്ചത്. പക്ഷേ എങ്കിലും എൻ്റെ ആശയങ്ങൾ എത്തിയോ ഒന്നും എനിക്കറിയില്ല. ബട്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ മനോരമയിലെ ആദ്യത്തെ പേജ് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ, ഇതിനൊരു ക്വിക്ക് ആക്ഷൻ എടുക്കുന്ന രീതിയിൽ ആരുടെയൊക്കെ മനസ്സുന്നുണ്ട്. അത് മനോരമ കൂടുതലും ശ്രദ്ധിച്ചറിയുന്നു. അതിൽ മമ്മൂട്ടിയുടെ ചെറിയൊരു കുറിപ്പും ഉണ്ടായി. എനിക്ക് അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി മുൻകാലങ്ങളെയും ഇപ്പോഴത്തെ സമയങ്ങളെയും നാം താരതമ്യം ചെയ്യുമ്പോൾ സിനിമാ ലോകത്തിന് ഒത്തിരി ഇൻഫ്ലുവൻസ് എന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിലാണ്. ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒത്തിരി അക്രമവാസനയും എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏത് സിനിമകളിലും ഈ വയലൻസ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ആ ഒരു പടത്തിൻ്റെയും പേരെടുത്ത് പറയുന്നതിൽ എനിക്ക് നാണക്കേടാണ് പേര് പറയാൻ തന്നെ. ഇവിടെ വന്ന് എത്രയോ കോടികൾക്ക് ഇതെടുത്തു, അതിലൂടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഇതിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൂടുതലും ഉണ്ടാകുന്നത് വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഈ ഏറ്റവും ഭൂരിഭാഗം സിനിമ കാണുന്നത് വിദ്യാർത്ഥികളാണ്. അത് വീട്ടുകാരെ തല്ലിപ്പിഴിഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി വാങ്ങുന്ന രൂപയും വീണ്ടും ഭീഷണിപ്പെടുത്തി വാങ്ങുന്ന ബൈക്കുകളുമായിട്ട് വന്ന് സിനിമാ തിയേറ്ററിൽ നിന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് അതിലുണ്ടാകുന്ന എല്ലാ വയലൻസ് ഇവർ പ്രായോഗികമായിട്ട് അവരുടെ പാർട്ടി പേരിലും അവരുടെ സംഘടനാ പേരിലും ക്യാമ്പസിലും ഒക്കെ അങ്ങോട്ട് കാട്ടിക്കൂട്ടുന്നു. ഇതിന് വലിയൊരു ഒരു ഭാഗം സിനിമയ്ക്കുണ്ട്. ഇന്ന് കുടുംബസമേതം പോയിരുന്ന് കാണാനുള്ളൊരു സിനിമ ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ ഇല്ല. ഇതൊന്ന് മാറ്റിത്തിരിക്കാൻ ബഹുമാനപ്പെട്ട നടൻ മമ്മൂട്ടി, താങ്കൾക്കും ഒപ്പമുള്ള മറ്റു നടീനടന്മാർക്കും സാധിക്കും. ഒരു സ്ക്രിപ്റ്റുമായിട്ട് കൊടുത്താൽ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും എൻ്റെ കഥകളും എന്താണ് വയലൻസ് എന്തായാലും. ബട്ട് എനിവേ, ഒരു കണക്കിന് ഞാൻ വെരി സന്തോഷം. ഒരുമാതിരി തരം താഴ്ന്ന റോഡുകളും അങ്ങനെ ഈ ഒരുമാതിരി പൈശാചികമൊന്നും മമ്മൂട്ടിയിൽ നിന്ന് എനിക്ക് കാണാൻ ഇട വന്നില്ല. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. എന്നാൽ താങ്കളോടും മറ്റുള്ള മഹാനടന്മാരോടൊരു റിക്വസ്റ്റ്, ഇനി താങ്കളിൽ നിന്നും കൂടി ഇങ്ങനെയുള്ള കഥകൾ വന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അത് താങ്കൾ ഇതുവരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഇനി നിർത്തിയാലും പിന്നെ താങ്കൾ എന്തോ സാങ്കേതികതയെക്കുറിച്ച് താങ്കളുടെ ഒരു കുറിപ്പിൽ കാണാനുണ്ടായി. സിനിമയ്ക്ക് വേണ്ടി എല്ലാം ഒറിജിനൽ അതിനെ സാങ്കേതികമായിട്ട് കാണിക്കുന്നൊരു മികവാണ്. ബട്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു സിനിമാ കഥ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ അതിൻ്റെ പശ്ചാത്തല സംഗീതവും അതിൻ്റെ ഗാനങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കിറങ്ങിയ ഒരു വയലൻസ് സിനിമയിൽ കാണിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതിൻ്റെ ഓരോ സീനിലും അതിൻ്റെ പിന്നീടുള്ള ആ സംഗീതമാണ്. വെറും അറഗൻസ് ആയിട്ടുള്ള, അത് കണ്ട പലരും എന്നോടൊന്ന് പറഞ്ഞു അവർക്ക് വളരെ ദുഃഖം തോന്നി. ആ സിനിമ കണ്ട് പകുതി വഹിച്ച് ഇറങ്ങിപ്പോരുണ്ട്. ബട്ട് അതിൽ കളക്ഷൻ നേടി. എങ്ങനെ കളക്ഷൻ നേടി? ആരോ നടന്മാർ ഏതോ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എനിക്ക് അതിനു വേണ്ടി ആരുടെയും ഈ വീഡിയോ ശ്രദ്ധിക്കുന്നൊരു സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും മറ്റു പ്രധാനപ്പെട്ട നടികളോടും ഒരു റിക്വസ്റ്റ് മാത്രമേ, പ്ലീസ്, ആരെങ്കിലും നിങ്ങളെ നിങ്ങളെക്കൊണ്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി വരുന്ന കഥാപാത്രങ്ങളോട് അവരുടെ കഥകൾ നോക്കുക. അതൊരു വയലൻസ് അതിലുള്ളെങ്കിൽ അവരോട് പറഞ്ഞ് നല്ല കഥകൾ, സമൂഹത്തിന് ഗുണകരമായ കഥകളുണ്ടാക്കാം. താങ്കൾ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നു. ഇന്നും മറക്കാത്ത പല കഥകളും നമ്മുടെ മനസ്സുകളിലുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഞാൻ നിങ്ങളെക്കാളും പ്രായം കൂടിയൊരു വ്യക്തിയാണ്.
കുറച്ച് കൂടുതൽ പ്രായമുള്ള വ്യക്തിയാണ്. പക്ഷേ എങ്കിലും സിനിമാ ലോകം ചെറുപ്പത്തിലേ സിനിമകൾ കണ്ടു വളർന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അതുകൊണ്ട് അന്നത്തെയും ഇന്നത്തെയും ഇടയ്ക്കുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സോ താങ്കളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, നമുക്ക് ഈ വലിയ കെട്ടിടത്തിൽ നിന്നും എടുത്തു ചാടി അങ്ങനെയുള്ള ആ സീനറിക്കൽ ഇറ്റ് ഈസ് എ സാങ്കേതികമാണെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായി ചിന്തിക്കുന്ന തലമുറയാണ് ഇന്നുള്ളത്. അവരെ നമ്മൾ നോക്കണം. രണ്ടാമത് പേരൻസ്, നമ്മൾ ഇങ്ങനെയുള്ള നമുക്ക് പോയ കാലങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. കുടുംബസമേതം കുഞ്ഞുങ്ങളടക്കം നമുക്ക് തിയേറ്ററിൽ പോയൊരു സിനിമ കാണാനുള്ള സാഹചര്യം നിങ്ങളെ പോലുള്ള മഹാനടന്മാർ വിചാരിച്ചാൽ അനായാസം സാധിക്കും. ഒരു മിനിസ്ട്രിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കാനുള്ള ഒരു പൊസിഷൻ നിങ്ങൾ ആൾറെഡി സിനിമാ ലോകത്തുണ്ടാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ നിങ്ങളെപ്പോലുള്ളവർക്കേ സാധിക്കൂ. അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തു തന്നെയായാലും നിങ്ങളുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ്, ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ്, നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. ഇതിനോടൊപ്പം നിങ്ങളുണ്ട് വലിയൊരു കാര്യമാണ് നിങ്ങളെ സമീപിക്കുന്ന ഈ കഥയുമായി സമീപിക്കുന്നവർ, പടം എടുക്കാൻ സമീപിക്കുന്നവർ, ഡയറക്ഷൻ ചെയ്യാൻ സമീപിക്കുന്നവർ, ഇതെല്ലാം ഉപരി അതിന് പശ്ചാത്തല സംഗീതം തരാൻ ചെയ്യുന്നവർ, ഇവരെല്ലാം താങ്കൾ അറിയുന്നവരായിരിക്കും. താങ്കൾ അഭിനയിക്കുന്ന പടത്തിൽ ഇവരുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അവരോട് ദയവ് ചെയ്ത് താങ്കൾ വേണ്ട നിർദ്ദേശം കൊടുക്കണം. സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ സിനിമകൾ കാണണം. നമുക്കൊരു മാറ്റം നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കേരളത്തിലെ ജനങ്ങളിൽ ഒരു മാറ്റം താങ്കളെപ്പോലുള്ള മഹാനടന്മാർക്ക് സാധിക്കും. അത് സാധിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇനിയെങ്കിലും നമുക്ക് വയലൻസ് ഇല്ലാത്തൊരു സംവിധാനം നമ്മുടെ കോമ്പസുകളിലും സ്കൂളിലും പരിസരങ്ങളിലും എല്ലാം ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷ വാർത്ത, വേണ്ടി വന്നാൽ പോലീസിന് ക്യാമ്പസിൻ്റെ ഉള്ളിലും കയറി എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ട ലോ ആൻഡ് ഓർഡറിന് നല്ല രീതിയിൽ നിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. നല്ലത്. അല്ലാതെ കുറച്ച് നിയമങ്ങൾ പാലിച്ചു വെച്ച് നിയമങ്ങളുണ്ട്. പോലീസ് കയറാൻ പാടില്ല, അവർ നോക്കൂത്തിയോ പോലെ ഗേറ്റിന് അവിടെ നിൽക്കണം. അപ്പോൾ പ്രിൻസിപ്പാൾ കൽപ്പിച്ചാലേ പോലീസിനകത്ത് ആ ഒരു പരിപാടി നടക്കില്ല. ഇവന് എന്ത് അക്രമം ഞാൻ സ്പോട്ട് പോയി ടു ടേക്കും അവനെ എടുക്കേണ്ടടുത്ത് അവനെ അർഹിക്കുന്ന ശിക്ഷയും കൊടുക്കുക. അല്ലാതെ ഈ കുട്ടികളാണ് അവനൊരു എക്സ്ക്യൂസ് ഒന്നും വേണ്ട. ബിക്കോസ് ഇവരുടെ എല്ലാ അക്രമവാസനങ്ങൾ പടർന്നു പോയി. ഈ കുട്ടികൾ ഈ മയക്കുമരുന്നൊക്കെ കഴിക്കുന്നവരുടെ പ്രായം വെച്ചല്ലല്ലോ. അവർക്കതിന് യാതൊരു നിബന്ധനകളില്ല. അവർക്ക് കണ്ട് കഴിക്കാം. രണ്ടാമത് എന്തോ ഒരു 2 ഗ്രാമോ എന്തോ ചെറിയ രീതിയിലുള്ള കഞ്ചാവ് കയ്യിൽ വെച്ചാലും കേസില്ല. അത് കേസെടുക്കാൻ പറ്റില്ല. ഒരു ചില നിയമങ്ങൾ ഉള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അതിൻ്റെ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് ദ നോളജ്. പക്ഷെ ബഹുമാനപ്പെട്ട നീതിപീഠവും രണ്ടാമത് ഈ വൃത്തികേട് കാണിക്കുന്ന ഏത് സ്റ്റുഡൻ്റ് ആരായിരുന്നാലും അവർക്ക് വക്കാലത്തെടുക്കുന്ന ഈ വക്കീലന്മാരോട് പറയാണ് നല്ലതിന് വക്കാലത്തെടുക്കുക. അനാവശ്യമായി കാണുന്ന അവനെ ജയിലിൽ തന്നെ കിടക്കുന്ന രീതിയിൽ നിങ്ങൾ മൂലം അവൻ ജയിൽ മോചിതനാകാനുള്ള രീതിയിലൊരു വാദം നിങ്ങൾ നടത്തരുത്. ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത്, ഐ എം വെരി ഹാപ്പി. ആ മനോരമയുടെ എനിക്ക് വളരെ കടപ്പാടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ പേജ് എനിക്ക് അങ്ങേറ്റം സന്തോഷമുള്ള വാർത്തയാണ് എനിക്ക് അതിൽ കൂടി കേൾക്കാൻ സാധിച്ചത്. മഹാനടൻ മമ്മൂട്ടി, താങ്കൾ ഇതിലോട്ട് ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നതിൽ അതിലും ഉപരിയായ സന്തോഷമുണ്ട്. താങ്കൾക്ക് ഇനിയും ഇങ്ങനെയുള്ള നല്ല സന്ദേശങ്ങൾ നിങ്ങൾ മുമ്പേയും കൊടുത്തിട്ടുണ്ട്, ഇനിയും തുടരെ കൊടുത്താലും. അപ്പോൾ നല്ല കഥകൾ, നല്ല സിനിമകൾ താങ്കളിൽ കൂടിയും മറ്റു മഹാനടന്മാരിൽ കൂടിയും നമുക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. നമുക്ക് പഴയ കാലങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാം. നമുക്കങ്ങനെയുള്ള കഥകളെ തിരിച്ചു കൊണ്ടുവരാം. തീർച്ചയായിട്ടും നാം രാമുക്കാരിയായിട്ടും മറ്റേ ഒത്തിരി പ്രഗത്ഭ സംവിധായകർ നമുക്കുണ്ടായിരുന്നല്ലോ. വടികൾ അരവിന്ദൻ, ഐ എം സോറി, എനിക്ക് അവരുടെ പേരൊക്കെ എഴുതി വയ്ക്കപ്പോൾ പറയാൻ ഉള്ളൊരു ഇതില്ലല്ല. നമ്മുടെ മഹാപ്രതിഭകളായ പല ഡയറക്ടേഴ്സും കഥാകൃത്തുക്കളും സമ്മാനിച്ച ആ കഥകളുടെ
അതിനെ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് യുവതലമുറകൾ കഥകൾ രചിക്കട്ടെ. രണ്ടാമത്, ഈ സ്കൂളിൽ എനിക്ക് മറ്റൊരുള്ള ഈ മാറ്റ്നി എന്ന് പറയുന്നൊരിത്, മോർണിംഗ് ഷോ, ഇതെല്ലാം അങ്ങോട്ട് നിർത്തിക്കളയുക. പിള്ളേർ മര്യാദയ്ക്ക് സ്കൂളിൽ പോകട്ടെ, അതിനൊരു ടൈമിംഗ് വയ്ക്കുക. അതിലെല്ലാത്തിനും ഇതായിട്ട് വെറും നോക്കുകുത്തിയായി മാറുന്ന ആ സെൻസർ ബോർഡിനെ കുറിച്ചാണ്. എന്ത് ആഭാസത്തരം കാണിച്ചു കൊണ്ടുവന്ന ആ സെൻസർ ബോർഡ് ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്നവർ കുറച്ചെങ്കിൽ ബുദ്ധി വേണം. ഈ സെൻസർ ബോർഡ് ഇരിക്കുന്നവർക്ക് ആദ്യം അവരെയാണ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിക്കേണ്ടത്. അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സിനിമാ ലോകത്തെ നശിപ്പിക്കുന്നത്. എല്ലാവർക്കും ബിസിനസ്സാണ്, സിനിമയിൽ പൈസ ഉണ്ടാകണം, ഒക്കെ ശരി തന്നെ. പക്ഷേ സെൻസർ ബോർഡ് നിങ്ങളുടെ ആ പൊസിഷൻ ദുരുപയോഗം നിങ്ങൾ ചെയ്യുന്ന ആരെന്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും, എന്ത് ആഭാസത്തരം കൊണ്ടുവന്നാലും നിങ്ങൾ സെൻസർ അനുമതി അങ്ങോട്ട് കൊടുക്കുന്നു, അവർക്ക് വാർണിംഗ് കൊടുക്കുക. ഇങ്ങനെയുള്ള ഇതിനെല്ലാം അങ്ങോട്ട് നിർത്തിക്കളയുക. യു മേക്ക് എ ഗുഡ്, നല്ലൊരു ക്ലീൻ ഷീറ്റ് ചെയ്ത് ഒരു നല്ലൊരു സംവിധാനം കേരളത്തിലുള്ള കുട്ടികൾക്ക്, നമ്മുടെ ആൾക്കാർക്ക് കാണാനുള്ള സാഹചര്യം സിനിമാ ലോകം മുന്നിട്ടിറങ്ങി വന്ന് സിനിമാ ലോകത്തിലൂടെയെങ്കിലും നമുക്കൊരു മാറ്റം ഉണ്ടാകട്ടെ. ഒപ്പം നമ്മുടെ ലോ ആൻഡ് ഓർഡർ ഉള്ള മുഖ്യമന്ത്രിയും ഇതിനോടൊപ്പം യോജിക്കും. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ നമുക്കിതെല്ലാം, ഈ സാഹചര്യത്തെല്ലാം മാറ്റി നമുക്കിനിയൊരു കൊലയും അടിപിടിയും നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ തെരുവുകളിലും തെരുവോരങ്ങളിലും ബാറുകളിലും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ശ്രീ മമ്മൂട്ടിയോട് വലിയ കടപ്പാടുണ്ട്. താങ്കളും ഈ മുന്നിൽ നിൽക്കുമെന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.